പേടിയാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞെങ്കിലും ആൾക്ക് വലിയ പേടിയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. എല്ലാം അറിയണ ആളെപ്പോലെ കൂളായിട്ട് കാഴ്ച വെക്കണം മുന്നിലൊരു ഒറ്റ പോക്കായിരുന്നു. എന്നിട്ട് അമ്മ എന്താ വരാത്ത, വേഗം വാന്നൊക്കെ. സത്യത്തിൽ പേടിയും ടെൻഷനൊക്കെ എനിക്കായിരുന്നു. ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കാത്ത ഇവനെ ഈ 3-3.5 മണിക്കൂർ ഫ്ലൈറ്റിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതായിരുന്നു എൻ്റെ ടെൻഷൻ. അവനാണെങ്കിൽ ഇതേ മുന്നിൽ നിൽക്കുന്ന ആളെയൊക്കെ തള്ളി മാറ്റി സ്റ്റാഫിനോട് ഹായ് ഒക്കെ പറഞ്ഞ് നല്ല കൂളായിട്ട് നേരെ പോയി വിൻഡോ സീറ്റിൽ ഇരിപ്പുറപ്പിച്ചു. ഇരുന്നപ്പോഴേ തുടങ്ങി കലാപരിപാടി, നമ്മുടെ ചോദ്യങ്ങൾ. ഇതെന്താ പോവാത്തേ, ഇതെന്താ പറക്കാത്തേ, അങ്ങനെ. ഫ്ലൈറ്റ് പകലായതുകൊണ്ട് തന്നെ അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര അവൻ എന്തായാലും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ പോകുന്നതും കുറേ നാളുകൾക്ക് ശേഷം അച്ഛനെ കാണാൻ പോകുന്നതും ആകെ കൂടി ആൾ ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിരുന്നു. അതാ മുഖത്തെ പ്രകാശം കണ്ടറിയാലോ. എന്താ ചിരി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ബോറടിക്കാൻ തുടങ്ങി ചെറുതായിട്ട്. അപ്പോൾ പിന്നെ തട്ടും മുട്ടും പാട്ടുമൊക്കെ പാടി അവനിരുന്ന്. പിന്നെ ഈ ക്ലൗഡ്സ് കണ്ടപ്പോൾ ആൾ ഒന്നും കൂടെ എക്സൈറ്റഡ് ആയി. ക്ലൗഡ്സിൻ്റെ ഉള്ളിൽ കൂടെ എന്താ പോവാത്തേ, നമ്മുടെ മേലെ ക്ലൗഡ്സ് ഉണ്ടോ, താഴെ ക്ലൗഡ്സ് ഉണ്ടോ, ക്ലൗഡ്സിനെ ടച്ച് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു ലോഡ് ചോദ്യങ്ങളായി. എൻ്റെ അമ്മോ, അവൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് എൻ്റെ വായിൽ വെള്ളം വറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ പിന്നെയും സമയം പോയിട്ടും എത്താതായപ്പോൾ ആൾക്ക് ഇത്തിരി പ്രശ്നമായി. ഇതെന്താ അമ്മ എത്താത്തേ, ഇനി എത്ര നേരം വേണം, എന്താ എത്ര എത്താത്തേ എന്നൊക്കെയായി ചോദ്യങ്ങൾ. മോനൊന്ന് ഉറങ്ങിക്കോ, ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് നമ്മളെത്തുന്നു പറഞ്ഞു. ആശാൻ്റെ പൂച്ചയുറക്കം കഴിഞ്ഞ് എണീറ്റിട്ടും നമ്മളെത്തിയില്ല. അപ്പോൾ അടുത്ത ചോദ്യം, ഉറങ്ങി എണീറ്റ് എത്തുന്നു പറഞ്ഞിട്ട് എന്താ ഇതുവരെ എത്താത്തേന്ന്. പിന്നെ 1ഉം 2ഉം ഒക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങ് ഇരുന്നപ്പോഴേക്ക് നമ്മൾ സലാല എത്തിയിട്ടോ. എത്തിയപ്പോൾ പിന്നെ ആൾ ഉഷാറായി. അങ്ങനെ എത്തിയ സന്തോഷത്തിൽ ജൈവിളിയൊക്കെ കഴിഞ്ഞ് നേരെ പോയി ലഗേജും എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ തനൂന്നുള്ള അവൻ്റെ അച്ഛൻ്റെ വിളി കേട്ട് ഓടിയതാണ്. പക്ഷെ ഓടിച്ചെന്നെങ്കിലും അച്ഛൻ എവിടെയെന്ന് കാണാനില്ല. ഒന്ന് സ്റ്റക്കായെങ്കിലും പിന്നെ കണ്ടുപിടിച്ച് നേരെ ഓടി അച്ഛൻ്റെ അടുത്തേക്ക്.